വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ മരിച്ചവരുടെ സംസ്കാരം പൂർത്തിയായി നൂറുകണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? പോലീസ് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നൽകുന്നുണ്ടോ? വിശദാംശങ്ങൾ. അത് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. ആദ്യം നടന്ന സംസ്കാര ചടങ്ങ് പെൺസുഹൃത്തായിട്ടുള്ള ഫർസാനയുടെ ആയിരുന്നു. അതിന് ശേഷം മറ്റ് 4 പേരുടെയും സംസ്കാര ചടങ്ങ് നടന്നത് പാങ്ങോട് മദ്രസയിൽ വെച്ചാണ്. അതിൽ തന്നെ ഈ ലത്തീഫ്, സാജിദ, സൽമ ബീവി എന്നിവരുടെ മൃതദേഹം ചുള്ളാളത്തെ വീട്ടിലും അഫാന്റെ സഹോദരൻ അഫ്സാന്റെ മൃതദേഹം പെരുമലയിലെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമാണ് പാങ്ങോട് മദ്രസയിൽ സംസ്കരിച്ചത്. 100ഓളം ആളുകളാണ് ഇവർക്ക് അന്ത്യാഞ്ജലി നേരുന്നതിന് വേണ്ടിയിട്ട് എത്തിയത് എന്നുള്ളതാണ്. ഇപ്പോഴും ആശങ്കയും അതുപോലെ തന്നെ നടുക്കവും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ്. ഈ മരണകാരണം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. കൃത്യമായിട്ടുള്ളൊരു നിഗമനത്തിലെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. 24 മണിക്കൂർ പിന്നിടുമ്പോഴും കാരണം അറിയാതെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യൽ പരിശോധനകൾ നടത്തുകയാണ്. അഫാന്റെ സാമ്പത്തിക ഇടപാടുകൾ മുതൽ ലഹരി ഉപയോഗം വരെയുള്ള കാരണങ്ങളിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. 3 ഡിവൈഎസ്പിമാരടങ്ങുന്ന പ്രത്യേക സംഘമാണ് കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഒരു ആയുധം കൊണ്ട് തന്നെയാണ് ഈ 5 പേരെയും കൊലപ്പെടുത്തിയത് എന്നുള്ളത് പോലീസിന് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിന് പിന്നിലെ കാരണം എന്താണ് എന്നുള്ളതാണ് അറിയാത്തത്. 6 പേരെ കൊന്നെന്ന് പറഞ്ഞാണ് ഈ വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ ഇന്നലെ ഈ അഫാൻ കയറി ചെന്ന് പോലീസിനോട് ഈ വിവരമൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഗൾഫിലുള്ള ബാപ്പയുടെ കടം തീർക്കാൻ പണം തരാത്തതിന്റെ പ്രതികാരമായിരുന്നു ബന്ധുക്കളുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അഫാൻ ഇന്നലെ മൊഴിയായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ മൊഴി പൂർണ്ണമായിട്ടും വിശ്വാസയോഗ്യത്തിൽ എടുക്കാതെയുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. 2ാം ദിവസവും അഫാന്റെ പണമിടപാടുകളെ സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ്. കോളേജ് പഠനം പൂർത്തിയാക്കാത്ത അഫാൻ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുകയാണ്. ആ കാര്യം പക്ഷേ ഈ സഹോദരനെയും അതുപോലെ തന്നെ പെൺസുഹൃത്തിനെയും കൊല്ലാനുള്ള കാരണം എന്താണ് എന്നതാണ് അപ്പോഴും ഒരു ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത്. ഈ അഫാൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ള പ്രതികരണം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അങ്ങനെ ആർക്കും ഉപദ്രവം ചെയ്യാത്ത, ആരോടും വലിയ കൂട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു അഫാൻ എന്നുള്ള മൊഴിയും ലഭിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഈ അഫാന്റെ മാതാവായിട്ടുള്ള ഷെമിയുടെ മൊഴി അത് ഏറെ നിർണായകമായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഈ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ നിന്ന് മാറി ഇപ്പോൾ ആരോഗ്യനില തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ അഫാന്റെ മാതാവിൽ നിന്ന് അടക്കം മൊഴികൾ ശേഖരിച്ചതിന് ശേഷം പോലീസിനൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ കൊലപാതകമൊക്കെ നടത്തിയതിനു ശേഷവും അഫാന് യാതൊരുവിധ കൂസലും ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള മൊഴികൾ പുറത്തു വരുന്നുണ്ട്. ഈ സംഭവം ഒക്കെ നടക്കുമ്പോഴും അഫാന്റെ പിതാവിന് ഈ നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അവിടെയും വിദേശത്തും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു അഫാന്റെ പിതാവ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വിസ കാലാവധി കഴിഞ്ഞത് കൊണ്ട് നാട്ടിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് അഫാന്റെ പിതാവായിട്ടുള്ള റഹീം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും മരണകാരണം സംബന്ധിച്ചൊരു നിഗമനത്തിലേക്ക് പോലീസിന് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കും. ഈ അഫാനെ നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ്. അതിനുശേഷം അഫാനെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്ത് നടത്തേണ്ടതായിട്ടുണ്ട്. അഫാന്റെ ഉമ്മയുടെ ഭാഗത്ത് നിന്നടക്കം കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെങ്കിൽ അത്തരത്തിലുള്ള അഫാന്റെ ഇടപാടുകളെ കുറിച്ച് അടക്കം വലിയ രീതിയിലുള്ള പരിശോധന പോലീസിന് നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ എന്താണ് ഈ അരിങ്കൊലയ്ക്ക് പിന്നിലെ കാരണം എന്ത് സംബന്ധിച്ചൊരു നിഗമനത്തിലെത്താൻ പോലീസിന് കഴിയുകയുള്ളൂ. നിലവിൽ ഈ കൊലപാതകത്തിന് ഇരയായ 5 പേരുടെയും സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ട്. സൂര്യ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഈ അഫാൻ ലഹരി ഉപയോഗിച്ചു എന്നുള്ള ഒരു കാര്യം പറയുകയുണ്ടായി. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ എന്ത് ലഹരിയാണ് ഉപയോഗിച്ചത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? പ്രാഥമികമായിട്ടാണ് പോലീസ് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് അഫാൻ എന്നുള്ള വിവരം പുറത്തു പറയുന്നത്. ഈ അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നുള്ള കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായിരിക്കും. കാരണം അതിക്രൂരമായിട്ട് തന്നെ സ്നേഹിച്ചിരുന്ന വ്യക്തികളെ 5 പേരെയാണ്
അഫാൻ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ സാധാരണയുള്ള ഒരാൾക്ക് അത്തരത്തിൽ ഒരു കൊലപാതകങ്ങൾ നടത്താൻ സാധിക്കുമോ? അതിൽ അഫാന്റെ മാനസികാരോഗ്യം സംബന്ധിച്ചുള്ള പരിശോധനകൾ അടക്കം പോലീസ് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗവും പോലീസിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അഫാന്റെ രക്തപരിശോധനാ ഫലം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ ഫലം കൂടി ലഭിച്ചാൽ മാത്രമേ അത്തരത്തിലൊരു ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണോ അഫാൻ, ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് അഫാൻ അത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എങ്കിൽ എത്തരത്തിലുള്ള ലഹരിയാണ് എന്നൊക്കെ തന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ. ആ റിപ്പോർട്ട് അടക്കം ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 5 പേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ഒരു നിഗമനത്തിലേക്ക് പോലീസിന്റെ വിഷയത്തിൽ എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. നിലവിലും സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള അഫാന്റെ മൊഴി മാത്രമാണ് പോലീസിന്റെ പക്കൽ ഉള്ളത് എന്നുള്ളതാണ്. ആ മൊഴിയും പൂർണ്ണ വിശ്വാസത്തിൽ എടുക്കാതെയാണ് ഒരു അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ മരിച്ചവരുടെ സംസ്കാരം പൂർത്തിയായി. 100 കണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വിവരങ്ങളാണ് സൂര്യ